അനുചേച്ചി നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഞാനൊരു 7 മാസങ്ങൾക്ക് മുമ്പാണ് കടുകുമണിയിൽ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മൊത്തം മാറിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. എന്താണ് ഇവിടെ നടക്കുന്ന ഒരു പ്രത്യേകത? എന്താണ്? എൻ്റെ ഒരു ജീവിത അഭിലാഷമായിരുന്നു ഒരു ഫ്ലവർ ഷോ എനിക്ക് വീട്ടിൽ അറേഞ്ച് ചെയ്യണമെന്ന്. അത് ജനുവരി 6 അത് സബലീകരിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10-15 ദിവസത്തോളം ഒരു ഫ്ലവർ ഷോ തന്നെയായിരിക്കും. ഓർക്കിഡിന്റെ മാത്രം. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു. ആനിച്ചേച്ചി സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. ശരിക്കും ഓർക്കിഡ് പ്രേമികൾക്ക് ആനിച്ചേച്ചിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഔട്ടത്തൂർ സെൻറ്ററിൽ വന്നാൽ ഔട്ടത്തൂർ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, സഹകരണ ബാങ്ക്. അതിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റിൽ 3ാമത്തെ വീട്. അവിടെ വണ്ടി തിരിയുമ്പോഴേക്കും കാണാം, ഗ്രീൻ നെറ്റൊക്കെ കാണാം. ഒരു ഗാർഡൻ്റെ ഒരു ഫീല് വരും നിങ്ങൾക്ക്. അവിടെ നിന്ന് 3ാമത്തെ വീടാണ് എൻ്റെ. ഇനി ഞാൻ എൻ്റെ നമ്പർ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയാം. 9961944054. ഇതാണ് എൻ്റെ നമ്പർ. എൻ്റെ ലോകം ഓർക്കിഡാണ്. വളരെ ദൂരം ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഒരുപാട്. എനിക്ക് തോന്നുന്നു അകലേന്നാണ് അധികം പേരും പറഞ്ഞത്. അകലേന്ന് ആനിച്ചേച്ചിനെ തേടി വരാണ് ഓർക്കിഡ് വാങ്ങാൻ ഓർക്കിഡ് പ്രേമികൾ. ഞാൻ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഓർക്കിഡ് ഇങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് എന്താണ് കാരണം? ഓർക്കിഡ് ഫോക്കസ്, എനിക്ക് എല്ലാ പൂക്കളും ഇഷ്ടം തന്നെയാണ്. ചെറുതിലേ തൊട്ട് പൂക്കളോടും ചെടികളോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതായിരിക്കാം എനിക്ക് കിട്ടിയത്. ചെറുതിലേ തൊട്ട് മനസ്സിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓർക്കിഡ്. അല്ല, ഓർക്കിഡല്ല, പൂക്കൾ.
പിന്നെ ഞാൻ ഒരു വീട് വെച്ച് മാറി താമസിച്ചതിന് ശേഷം ഒരു 35-36 വർഷം മുന്നേ അന്നും എൻ്റെ ഗാർഡൻ ഒത്തിരി ഭംഗിയായിരുന്നു. അന്ന് ഓർക്കിഡ് പൂക്കളല്ല, സാധാരണ റോസ്, ജമന്തി, ചെട്ടിമല്ലി, അങ്ങനെ ഒരു എന്താ പറയണ്ടേ ചെറിയൊരു പാർക്ക് പോലെയായിരുന്നു അന്നും എൻ്റെ ഗാർഡൻ. പിന്നെ കാലക്രമേണ അതിനൊക്കെ കുറേ ചേഞ്ചസ് വരുത്തി അവസാനമാണ് ഞാൻ ഓർക്കിഡിലേക്ക് എത്തിയത്. ഓർക്കിഡിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി ഇതാണ് നല്ലത്. കാരണം ഓർക്കിഡ് ഒരുപാട് കളർഫുള്ളാണ്, പിന്നെ ഫ്ലവർ ഒരുപാട് നാൾ നിൽക്കും, പിന്നെ സീസൺ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നോക്കിയപ്പോൾ ഓർക്കിഡിൻ്റെ ഫ്ലവർ കാണുന്ന ഒരു സംതൃപ്തി എനിക്ക് വേറെ പൂക്കളിൽ നിന്ന് അങ്ങോട്ട് തോന്നിയില്ല. എല്ലാം നല്ലത് തന്നെ. ഇപ്പോൾ റോസായാലും ചെത്തിപ്പൂവായാലും ചെമ്പരത്തിപ്പൂവായാലും അതിൻ്റേതായ ഭംഗി അതിനുണ്ട്. പക്ഷെ അത് ഒക്കെ പെട്ടെന്ന് പോവല്ലേ. പിന്നെ സീസണാണ്. ഇതിന് മഴ വലിയ പ്രശ്നമില്ല, വെയിൽ വലിയ പ്രശ്നമില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഒരു 2 മാസം 3 മാസമൊക്കെ ഓരോ ആൻറ്റിലോപ്പൊക്കെ ആണെങ്കിൽ ഒരു 4 മാസം വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പിന്നെ ഓർക്കിഡിലേക്ക് എന്നെ ആകർഷിച്ചത്. 365 ദിവസം പൂക്കളുണ്ടാവും വീട്ടിൽ. അതെ, 365 ദിവസം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷോ ഞാൻ 10 ദിവസം 15 ദിവസം എന്ന് സൂചിപ്പിച്ചത് ശരിക്ക് വാസ്തവം പറയണമെങ്കിൽ ഇവിടെ എന്നും ഫ്ലവർ ഷോ ആണ്. എൻ്റെ വീട്ടുമുറ്റം എന്നും ഒരു ഫ്ലവർ ഷോ കാണുന്ന പ്രതീതിയാണ് ഇവിടെ വരണ ഓരോരുത്തരും എന്നോട് പറയുന്നത്. എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു ഓർക്കിഡൊക്കെ ആയിട്ട്? ഞാൻ 16 വർഷം മുന്നാണ് ഓർക്കിഡിലേക്ക് വന്നത്. 16 വർഷമായില്ലേ? പക്ഷെ അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വയ്യായൊക്കെ ഉണ്ടായിട്ട് ബ്രേക്ക് എടുത്തു. അതിനുശേഷം പിന്നെ കുറച്ച് വേറെ ചെടികളൊക്കെ നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് സക്സസ് ആയില്ല. പിന്നെ തിരികെ ഞാൻ ഓർക്കിഡിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഓർക്കിഡിന്റെ മാസ്റ്ററാണ് ഇപ്പോൾ. അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആളല്ല. നമുക്കിപ്പോൾ എത്ര വെറൈറ്റി ഉണ്ടാവും ഇവിടെ? വെറൈറ്റി നോക്കണമെങ്കിൽ 500-600 ഒക്കെ ഉണ്ടാവും വെറൈറ്റികൾ നോക്കണമെങ്കിൽ. ഇപ്പോൾ ഡെൻഡ്രോബിയത്തിൽ തന്നെ എനിക്ക് പറയാൻ പറ്റണില്ല എത്രമാത്രം വെറൈറ്റി ഉണ്ടെന്ന്. അതുപോലെ ആൻറ്റിലോപ്പിലും ട്വിസ്റ്റിലും അത്രമാത്രം വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. പിന്നെന്താ, ട്വിസ്റ്റും ആൻറ്റിലോപ്പൊക്കെ വരുമ്പോൾ റേറ്റ് ഇത്തിരി കൂടുതൽ. കാരണം ഞാൻ സെയിലിനധികം അങ്ങോട്ട് എടുക്കില്ല. കാരണം കസ്റ്റമർ അപ്പോൾ പറയും ചേച്ചിയുടെ അവിടെ വില കൂടുതലാണ് എന്ന്. കാരണം അതിന് ട്വിസ്റ്റിനും ആൻറ്റിലോപ്പിനൊക്കെ നല്ല വിലയാണ്. അപ്പം അതുകൊണ്ടൊക്കെ അത് സെയിലിനുള്ളത് ലിമിറ്റഡ് കളക്ഷനാണ് എൻ്റെ കയ്യിൽ. പക്ഷേ ഡെൻഡ്രോബിയം എല്ലാം ഒരുവിധം എല്ലാ വെറൈറ്റികളും ഒരു 10 അതും ഉണ്ടാവും. ഇപ്പോൾ ഒരു 100-300 വെറൈറ്റി ഇത് വിട്ട് ഡെൻഡ്രോബിയങ്ങൾ തന്നെ വെറൈറ്റികളുണ്ട്. ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു സന്തോഷ വാർത്ത, നിങ്ങൾ ഓൺലൈൻ സെയിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഓൺലൈൻ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു തുടക്കമായില്ലോ? അത് നല്ലൊരു തുടക്കമാണ്. പക്ഷേ ഒരു 10 പ്ലാന്റിലും അധികം ഉണ്ടെങ്കിലാണ് ഞാൻ ഓൺലൈൻ ചെയ്യുന്നുള്ളൂ. കാരണം പാക്കിങ് ഞാനല്ല, TTDCയിൽ എത്തിക്കുന്നത് ഞാനല്ല. അപ്പം അതിനൊക്കെ എനിക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പോൾ ഒരു 10 പ്ലാന്റിലും കൂടുതലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള കളക്ഷനിൽ നിന്ന് ഓൺലൈൻ ചെയ്തിരിക്കും. ഇവിടെ വന്ന് വാങ്ങിയാൽ അത്ര സന്തോഷം. കാരണം എനിക്ക് ഈ ഫോട്ടോ എടുക്കലും ഇതൊക്കെ ഇത്തിരി എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എങ്കിലും സാധിക്കാത്തവർക്ക് ഞാൻ 10 പ്ലാന്റെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ ചെയ്ത് കൊടുക്കും. ഞാനിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത, കംപ്ലീറ്റ് മറ്റേ മൺചട്ടികളാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു കാരണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തേൽ ഈ പ്ലാസ്റ്റിക് ചട്ടി ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം നല്ല ചൂട്ടത്തൊക്കെ അതിൻ്റെ റൂട്ടൊക്കെ ഈ പ്ലാസ്റ്റിക്കുമ്പോഴാണല്ലോ ഒട്ടിപ്പിടിച്ചിരിക്കണേ. അപ്പോൾ അതിന് എന്തെങ്കിലും അതിനൊരു ക്ഷീണം വരുമോ, അത് ബുദ്ധിമുട്ടാവോ. പ്ലാസ്റ്റിക്കും നല്ല ചൂടത്ത് ഉരുകണ ചൂടാണ് ഇപ്പോഴത്തെ നമ്മളുടെ കാലാവസ്ഥകൾ. അപ്പോൾ മണ്ണാണെങ്കിൽ അത് ഒത്തിരി കൂടി അവർക്ക് ആ റൂട്ടൊക്കെ പിടിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി കൂടിയും അതൊരു ഉണർവുണ്ടാവും ചെടികൾക്ക്. പ്ലാസ്റ്റിക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് ചെടി വരുന്നത് മുഴുവനും പ്ലാസ്റ്റിക് പോട്ടിലാണ്. പക്ഷേ ആ ചെടിയുടെ എന്താ പറയണ്ടേ, അതിൻ്റെ കട ഇരിക്കുന്നത് ചകിരിയിലാണ്. അപ്പോൾ അവരുടെ പ്ലാസ്റ്റിക് പോട്ട് അത് ആയാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ കട പ്ലാന്റ് ചെയ്തേക്കണത് അവർ ശരിക്കും നല്ല ചകിരിച്ചോറിലാണ്. അപ്പോൾ അവർക്ക് ആ ചൂട് ബാധിക്കില്ല. ഞാനിവിടെ ചാർക്കോളിലാണ് പ്ലാന്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ അതിന് മൺചട്ടി ആയിരിക്കും. അതിന് ഇത്തിരി കൂടി അതിൻ്റെ ഗ്രോത്തിനും എല്ലാത്തിനും ഒന്ന് സഹായം എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്.
ഇപ്പൊ ഇവിടെ ചെടിയൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന്റെ ഒരു പരിചരണം. അതെ അതെ, പരിചരണം എല്ലാം ഞാൻ എല്ലാവർക്കും എന്നാൽ കഴിയണ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇപ്പോൾ ബിസിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് എനിക്ക് നല്ല തിരക്കുണ്ട്, എൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ട്. എന്നാലും മാക്സിമം ഞാൻ അതെ വീഡിയോ ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ഞാൻ ചെയ്യണ. ഇപ്പം എൻ്റെ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ആനീസ് ഓർക്കിഡ് എന്നും പറഞ്ഞ്. അപ്പം അതിൽ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഫോളോഅപ്പ് ചെയ്യണവർക്ക് ഞാൻ ഡെയിലി ചെയ്യണോ അല്ലെങ്കിൽ ഒരു വീക്കിൽ ഞാൻ ചെയ്യണ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓൺലൈൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2024 ജനുവരിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. 6-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഫ്ലവർ ഷോ. 10 ദിവസം കൂടി ഉണ്ടാവും അല്ലേ? 10 ദിവസം ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയണമെന്ന് മാത്രം. പക്ഷേ ഇവിടെ എന്നും ഫ്ലവർ ഷോ തന്നെയാണ്. കാരണം ഒരു 10-600 അല്ല, അതിലും അധികം എന്നും ഇവിടെ എൻ്റെ വീട്ടുമുറ്റത്ത് ഫ്ലവറിങ് ഉണ്ടായിരിക്കും. ഈ ഫ്ലവർ ഷോയില് റേറ്റിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം കൊടുക്കുന്നുണ്ട്? റേറ്റിൽ ഞാൻ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തൊക്കെയാണ് ഇട്ടേക്കണത്. പിന്നെ ഞാൻ അല്ല ഫ്ലവർ ഷോ പ്രമാണിച്ചെന്ന് പറയാനായിട്ട് ഞാൻ ഓൾറെഡി ഞാൻ ഹോൾസെയിൽ അല്ല, ഞാൻ റീറ്റെയിലാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് എൻ്റേതായ റേറ്റ് ഇടുന്നതിന് ഒരു പരിമിതി ഉണ്ട്, മനസ്സിലായ? ഹോൾസെയിലുകാർ കൊടുക്കണ അതേ റേറ്റിന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഞാൻ റീറ്റെയിലാണ്. അപ്പോൾ അതിൻ്റെതായ പരിധിക്കുള്ളിൽ ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെ അതെ, ഞാൻ എടുക്കുമ്പോൾ നല്ല പ്ലാന്റ് എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു 100 രൂപ കൂടിയാലും നല്ല ഹെൽത്തി പ്ലാന്റ് ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷെ അപ്പോൾ ചാർജ് ഇത്തിരി കൂടും. പിന്നെ എനിക്കും അതിൻ്റെതായ പൈസ ചിലവുണ്ടല്ലോ, പ്ലാന്റ് കൊണ്ടുവരിക എന്നെ കൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ സർവൻറ്റുകൾ അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഈ ഒരു പ്രൊജക്റ്റ് നഷ്ടത്തിൽ ഓടരുതല്ലോ. എന്തായാലും അനു ചേച്ചി വളരെ സന്തോഷം, രണ്ടാമത് നമുക്ക് കൂടെ വരാൻ പറ്റി. ഇത്ര വലിയൊരു ഫ്ലവർ ഷോയും ഒരു വീട്ടമ്മ ആദ്യമായിട്ട് അതെ അതെ അങ്ങനെ ഭാഗമാണ്. അതെ അതെ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.